ഇപ്പം ഞാൻ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ പെരുമണം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഈ പെരുമണം എന്ന് പറയുന്ന സ്ഥലം മൺട്രോത്തുരുത്തിന് അടുത്തായിട്ടുള്ള സ്ഥലമാണ്. മൺട്രോത്തുരുത്ത് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കൊല്ലത്തെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഈ മൺട്രോത്തുരുത്ത് എന്ന് പറയുന്ന സ്ഥലം. ഈ മൺട്രോത്തുരുത്ത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും കാണുന്ന ഫോട്ടോസൊക്കെ ഈ പെരുമണം പരിസരമൊക്കെ ആ ഫോട്ടോസിനകത്തുണ്ട്. അഷ്ടമുടി കായലിൻ്റെ തീരത്തുള്ള സ്ഥലമാണ് ഈ മൺട്രോത്തുരുത്തും പെരുമണും അങ്ങനത്തെ പല പല സ്ഥലങ്ങൾ. ഇപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന സ്ഥലം പെരുമൺ ജങ്കാർ കടവാണ്. ഇപ്പം ജങ്കാറില്ല. ജങ്കാർ ഇപ്പോൾ കുറച്ച് നാൾ മുമ്പ് നിർത്തിയായിരുന്നു. കുറച്ച് നാൾ മുമ്പ് മലപ്പുറത്തോ ആ ഒരു പരിസരത്ത് ഒരു ബോട്ട് അപകടം നടന്നായിരുന്നല്ലോ. അപ്പോൾ അതിനുശേഷം സുരക്ഷ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ഈ ജങ്കാർ നിർത്തിയായിരുന്നു. അപ്പോഴെന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ എന്ന് വെച്ചാൽ രാവിലെ മീൻ മേടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഞാൻ ഒരു സമയത്ത് സ്ഥിരമായിട്ട് മീൻ മേടിക്കുന്ന വീഡിയോസൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ കുറേ നാളായി ഒരു മീൻ മേടിക്കുന്ന വീഡിയോ ചെയ്തിട്ട്. ഞാനിപ്പോൾ വന്നിരിക്കുന്ന സമയം കുറച്ച് ലേറ്റായി പോയി. സമയം രാവിലെ 7 മണിക്കൊക്കെ വന്നാൽ നല്ല ഒരുപാട് വള്ളങ്ങളൊക്കെ വരുന്നത്. പക്ഷേ ഇപ്പം സമയം ഒരു 7:30 ആയി. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഇതിനടുത്തായിട്ട് തന്നെ പെരുമൺ ബ്രിഡ്ജുണ്ട്, റെയിൽവേ ബ്രിഡ്ജ്. അതിനടുത്തായിട്ട് പഴയ പെരുമൺ ദുരന്ത സ്മാരകമുണ്ട്. പെരുമൺ ട്രെയിൻ ആക്സിഡൻറ്റ് നടന്നായിരുന്നല്ലോ വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോഴതിൻ്റെ ഒരു സ്മാരകം അവിടെ ഉണ്ട്, പഴയ സ്മാരകമുണ്ട്, പുതിയ സ്മാരകമുണ്ട്. പുതിയ സ്മാരകത്തിൻ്റെ അടുത്തല്ല ലേലക്കടവുള്ളത്, പഴയ സ്മാരകത്തിൻ്റെ അടുത്താണ്. അപ്പോഴാ പഴയ സ്മാരകത്തിനടുത്തോട്ട് പോവാം. എന്തായാലും ഇതുവഴി കൂടെ നടക്കാനൊരു ഫീലുണ്ട്. രാവിലത്തെ ആ ഒരു ഫ്രഷ് കാറ്റും ഒക്കെ കൊണ്ടേ, കായലിൻ്റെ ആ ഒരു കാറ്റ് അതൊരു പ്രത്യേകതയാണ്. പിന്നെ ഇവിടെ അടുത്തായിട്ടൊരു അമ്പലത്തിൽ പാട്ട് വിട്ടിട്ടുണ്ട്. പാട്ടെന്ന് വെച്ചാൽ ഈ തകിലൊക്കെ വായിക്കുന്ന മ്യൂസിക് ഉണ്ടല്ലോ, കല്യാണത്തിനൊക്കെ ഇടുന്ന മ്യൂസിക്, അത് വിട്ടിട്ടുണ്ട്. അതൊക്കെ കേട്ടുകൊണ്ട് ഇങ്ങനെ നടക്കാനൊരു പ്രത്യേക ഫീലുണ്ട്. ഇതായിരുന്നു ജങ്കാർ കടവ്. ഈ ജങ്കാർ കടവിൽ നിന്ന് അപ്പുറത്തെ കരയിലോട്ട് പോകുന്നത് ആ മൺട്രോത്തുരുത്തിൻ്റെ ഭാഗം. അക്കരെ കരയിലായിട്ട് കാണുന്നത് ആ മൺട്രോത്തുരുത്ത്. വെള്ളം ഇങ്ങനെ വന്ന് അലയടിക്കുന്ന സൗണ്ടേ ഗ്ലക്ക് ഗ്ലക്കെന്ന് കേൾക്കുന്നു. എന്തായാലുമേ ഇവിടെ നിന്ന് അടുത്തായിട്ടാണ് ഈ ഞാൻ പറഞ്ഞ ലേലക്കടവുള്ളത്, മീനിൻ്റെ ലേലക്കടവേ. അങ്ങോട്ടൊന്ന് പോയി നോക്കാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ മേടിച്ചിട്ട് വരാം. ഇതുവഴി ഇങ്ങനെ കറങ്ങിപ്പോണം. ഈ ജങ്കാർ ഉണ്ടായിരുന്നെങ്കിലേ നമുക്ക് പെട്ടെന്ന് അപ്പുറത്ത് മൺട്രോത്തുരുത്തോട്ട് എത്താമായിരുന്നു. ഇപ്പോഴും ജങ്കാർ ഇല്ലാത്തതുകൊണ്ട് വലിയ പാടൊന്നുമില്ല, ഒരു 25 കിലോമീറ്റർ കറങ്ങിപ്പോയാൽ മതി. വേറെ നഷ്ടമൊന്നുമില്ല, ലാഭമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നൊരു കാര്യം, ഈ സേഫ്റ്റി എന്നൊക്കെ പറഞ്ഞ് നിർത്തുമ്പോഴത്തേക്കേ അതിനൊരു ബദൽ സംവിധാനം വേണം. സേഫായിട്ടുള്ള ജങ്കാർ കൊടുക്കണം, എന്നിട്ട് നിർത്തണം. അപ്പോഴെന്തായാലും നമുക്ക് ആ ലേലക്കടവിലോട്ട് പോവാം. ഇതാ പഴയ പെരുമൺ ദുരന്ത സ്മാരകം. ദുരന്തം നടന്ന ഡേറ്റൊക്കെ എഴുതിയിട്ടുണ്ട്, 8/7/1988. ഇതാ കണ്ടില്ലേ, ഇതാണ് പെരുമൺ റെയിൽവേ ബ്രിഡ്ജ്. ഇവിടെ ആ 1988 ട്രെയിൻ അപകടം നടന്നത്. ഇവിടെ വള്ളമൊക്കെ വന്നിട്ടുണ്ട്. കംപ്ലീറ്റ് നെത്തോലി ചൂടയല്ലേ ഇത്, കംപ്ലീറ്റ് കൊഞ്ചല്ലേ, കംപ്ലീറ്റ് കൊഞ്ച. അതൊക്കെ നല്ല ഫ്രഷ് കൊഞ്ച്. ഇതാണ്ടില്ലേ ചരുവത്തിലിരിക്കുന്ന കണ്ടില്ലേ. അല്ലാത്ത മീനുകളും കിടപ്പുണ്ട് ഇതിനകത്ത്. എത്ര മണിക്കാണ് രാവിലെ ഇവിടെ പരിപാടി തുടങ്ങുന്നത്? രാവിലെ 6:30 വരും. ഞണ്ട്, കൊഞ്ച്, ഇതുപോലുള്ള മീനുകൾ, കരിമീൻ എല്ലാം കിട്ടും അല്ലേ? എത്ര മണിവരെ കാണും? ഈ സമയം വരെ കാണത്തുള്ളൂ അല്ലേ? ഒരു 8 മണി വരെയൊക്കെ കാണത്തുള്ളൂ. 8:30 വരെ കാണത്തുള്ളൂ. 8:30 ആകുമ്പോഴത്തേക്ക് എല്ലാം കഴിയും. ബ്രിഡ്ജിന്റെ താഴെയായിട്ടേ ഇവിടെ സൈഡിലായിട്ടൊരു കള്ള് ഷാപ്പൊക്കെ ഉണ്ട്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. ഇതാ കണ്ടില്ലേ, ഇതാണ് കള്ള് ഷാപ്പ്. ഇപ്പം പ്രവർത്തനമല്ലേ ഇത്? പ്രവർത്തനമല്ലേ ഇപ്പം? ഇല്ലല്ലേ. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്ക് ഒരു പാട്ടൊക്കെ കേൾക്കുന്നില്ലേ? അതിവിടെ അടുത്തായിട്ടൊരു അമ്പലത്തിലെ ഉത്സവമായിട്ട് ബന്ധപ്പെട്ടയാ. ദാ ട്യൂബൊക്കെ ഇട്ടിരിക്കുന്ന കണ്ടില്ലേ? എനിക്ക് തോന്നുന്നു ഇവിടെ ഈ കായലിൽ കൂടെ ആന നടന്നു പോകുന്ന ഒരു ഉത്സവമുണ്ട്. അപ്പോൾ ആ ഉത്സവത്തിൻ്റെ അമ്പലത്തിലാണെന്ന് തോന്നുന്നു ഈ പാട്ട് ഇട്ടിരിക്കുന്നത്. അതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചയാണ്, ആ കായലിൽ കൂടെ ആന നടന്നു പോകുന്നതേ. അങ്ങനെ നമ്മൾ ആ കടവിൽ നിന്ന് നടന്ന് ഇപ്പുറത്തെ കടവിലോട്ട് വന്ന്, ഈ കടവിൻ്റെ പേരാ ഇടച്ചാൽ കായൽ. ഇടച്ചാൽ കായലിനാ ഈ സ്ഥലത്തിൻ്റെ പേര്. ഈ ഇടച്ചാൽ കായലിന് കുറുകെയുള്ള റെയിൽവേ ബ്രിഡ്ജിൽ ഇപ്പം നടക്കാൻ വേണ്ടിയിട്ടുള്ള ഫുട്പാത്തൊക്കെ കെട്ടിയിട്ടുണ്ട്. ഇത് മുമ്പ് ഇല്ലായിരുന്നു. മുമ്പ് ഈ ഒരു റെയിൽവേ ട്രാക്കിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഇത് മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പം നടക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം കൂടെ ചെയ്തിട്ടുണ്ട്. ഇതൊരാൾ നടന്നു പോയാണ്ടില്ലേ, എന്തായാലും കൊള്ളാം. മുമ്പ് ട്രെയിൻ വരുമ്പോഴത്തേക്കും വലിയ പാടായിരുന്നു. ഇപ്പം നടക്കാനുള്ള സംവിധാനം എല്ലാം ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ മീൻ വലയിട്ടുകൊണ്ടൊക്കെ ഇരിക്കുക മീനിന് വേണ്ടിയിട്ട്.
ഇവിടെ ഇങ്ങനെ വേലിയേറ്റം ഉള്ള സമയത്തെ ഈ വെള്ളം ഇങ്ങോട്ട് കയറും. വെളുപ്പിനെയൊക്കെ വരുമ്പോഴത്തേക്കും ഇവിടെയൊക്കെ വെള്ളം കിടക്കുന്നത് കാണാം. വെള്ളം മാറിയതിൻ്റെ ആ ഒരു ഈർപ്പം കാണുന്നുണ്ട്, നനവേ. എന്തായാലും നമുക്കേ ഇവിടെ നിന്ന് എന്തെങ്കിലും മീൻ മേടിച്ചിട്ട് പോവാം. അല്ലെങ്കിൽ നമ്മൾ ആദ്യം കണ്ട പെരുമൺ കടവുണ്ടല്ലോ, പെരുമൺ സ്മാരകത്തിനടുത്തുള്ള കടവ്, അവിടെ നിന്നോ എന്തെങ്കിലും മീൻ മേടിച്ചിട്ട് പോവാം. വള്ളത്തിലോട്ട് കയറാൻ വേണ്ടിയിട്ട് സ്റ്റെപ്പ് ചെയ്തിരിക്കുന്ന കണ്ടില്ലേ? ഇവിടെ ഒന്നും അത്ര വലിയ ആഴമൊന്നുമില്ല. ആൾക്കാരൊക്കെ ഇറങ്ങി നിൽക്കുന്നേ വലയൊക്കെ വീശാൻ വേണ്ടിയിട്ടേ. ഇത് അവിടെ ആയിട്ട് ഒരു വള്ളക്കടവുണ്ട്, ആ പാലത്തിൻ്റെ അടുത്തായിട്ടേ. അവിടെ കുറച്ച് ആൾക്കാരൊക്കെ നിൽപ്പുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. എന്തായാലും നല്ലൊരു ഫീലുണ്ട്. പറഞ്ഞപ്പോൾ തന്നെ ബാക്കിൽ കൂടെ ട്രെയിൻ പോകുന്നു. നോക്കേ, അങ്ങനെ എന്തായാലും ഇതുവഴി കൂടെ ഇങ്ങനെ നടക്കാൻ നല്ലൊരു ഫീലുണ്ട്. ഈ ഒരു അമ്പലത്തിലെ പാട്ടൊക്കെ കേട്ടിട്ടേ ആ കായലിലെ തണുത്ത കാറ്റും ഒക്കെ കൊണ്ടിങ്ങനെ നടക്കാൻ ഒരു പ്രത്യേക ഫീലുണ്ട്. ഇവിടെയൊക്കെ ഈ ഉത്സവത്തിന്റെ ഘോഷയാത്ര ഉണ്ടായിരുന്നു, അപ്പോഴും അതുമായിട്ട് ബന്ധപ്പെട്ട ആഘോഷങ്ങളുടെ ഭാഗമായി കാണുന്നതൊക്കെ. ഇതെവിടെയൊക്കെ ആയിട്ട് വള്ളങ്ങളൊക്കെ കിടപ്പുണ്ട്. ഇതോ കണ്ടില്ലേ, പണിയൊക്കെ കഴിഞ്ഞ് ഒരു വള്ളം പോവുക. ഇതിനകത്ത് കംപ്ലീറ്റ് ചൂടയാണ് ഉള്ളത്. ചൂടയുണ്ട്, പിന്നെ പൂല എന്ന് പറഞ്ഞ മീൻ. അതായത് ഇതാ നോക്കേ, ഈ ഒരു വള്ളത്തിൽ ഒരു കരിമീൻ കിടക്കുന്ന കണ്ടില്ലേ, നീന്തിക്കൊണ്ട് കിടക്കുക. മരപ്പി എന്ന് പറഞ്ഞ മീനായത്, മരപ്പി. ഇതാ ഒരു അടിപൊളി വലിയ കൊഞ്ചിനെ കിട്ടിയിട്ടുണ്ട്. ഇതാ നോക്കേ, പുലിക്കൊഞ്ചെന്ന് പറഞ്ഞ കൊഞ്ചായത്. ജീവനുണ്ട്, കൈയും കാലൊക്കെ അനക്കുന്നുണ്ട്. ഇതാ മുരിങ്ങയുടെ തോടൊക്കെ നോക്കേ, മുരിങ്ങ ഇറച്ചിയുടെ തോടായത്. ആ കായലിലെ പാരയൊക്കെ കിടക്കുന്ന കണ്ടില്ലേ? കായലിൽ വീണ് കിടന്ന തേങ്ങയാന്ന് തോന്നുന്നു. ഞാൻ ആ ലേലക്കടവിൽ മീൻ മേടിക്കാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്കും കവർ എടുക്കാൻ മറന്നുപോയി. എൻ്റെ കയ്യിലാണെങ്കിൽ ചില്ലറയുമില്ല കവർ മേടിക്കാൻ വേണ്ടിയിട്ടുള്ളേ. ഞാൻ ഇത് വഴി കൂടി ഇങ്ങനെ കട നോക്കി നടക്കുമായിരുന്നു. ഏതെങ്കിലും ഒരു കട ഉണ്ടെങ്കിൽ അവിടെ ഗൂഗിൾ പേ എങ്കിലും ചെയ്തിട്ടേ ഒരു തുണിസഞ്ചി മേടിക്കാന്ന് വിചാരിച്ച് ഇങ്ങനെ നടന്നു വന്നപ്പോഴത്തേക്കും ഈ റോട്ടിൽ കിടന്നൊരു 10 രൂപ കിട്ടി. ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഈ ആന കായലിൽ കൂടെ നടന്നു പോകുന്ന ഒരു ഉത്സവം ഉണ്ടെന്ന്? അത് ഇന്നലെ ആയിരുന്നു കേട്ടോ. ആ പരിപാടി ഇന്നലെ കഴിഞ്ഞ്. ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും ഇന്നലെ ആയിരുന്നു ആ പരിപാടി. ഇതാ ഈ അമ്പലമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ചടങ്ങുള്ളത്. അത് നല്ല രസമാണ്, കായലിൽ കൂടെ ആന നടന്നു പോകുന്നത് കാണാൻ. അപ്പോഴെന്തായാലും ഈ കളഞ്ഞു കിട്ടിയ പൈസ കൊടുത്തിട്ടൊരു കവർ മേടിക്കാം. ഇപ്പോഴും പണ്ടത്തെ പോലെ പ്ലാസ്റ്റിക് കവറൊന്നും മേടിക്കാൻ കിട്ടത്തില്ല. തുണിസഞ്ചി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കിട്ടത്തുള്ളൂ. തുണിസഞ്ചിയിലൊക്കെ മീൻ മേടിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്ക് നമ്മുടെ പുറത്തൊക്കെ വെള്ളമാവും, മീനിൻ്റെ വെള്ളമേ. കവറുണ്ടോ തുണി? അങ്ങനെ നമ്മൾ ഒരു ക്യാരി ബാഗ് മേടിച്ചിട്ടുണ്ട്, 10 രൂപ. പേപ്പർ കണക്കത്തൊരു മെറ്റീരിയല. മിക്കവാറും വെള്ളം നനയുമ്പോഴത്തേക്കും നനഞ്ഞു പോകുമെന്ന് തോന്നുന്നു. ഇതവിടെയൊക്കെ ആയിട്ട് പൊങ്കാലയൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കുക. കുറച്ച് നേരം കഴിഞ്ഞായിരുന്നെങ്കിൽ നമുക്ക് ആ പൊങ്കാല കിട്ടിയാനെ കഴിക്കാൻ. പായസമേ. അങ്ങനെ ക്യാരി ബാഗെല്ലാം മേടിച്ചിട്ട് ഇതാ ഇടച്ചാൽ കായലിൻ്റെ പാലത്തിൻ്റെ അടുത്തോട്ട് വന്നിരിക്കുക. ഞാൻ പറഞ്ഞില്ലായിരുന്നോ ആന കായലിൽ കൂടെ നടന്നു വരുന്ന ആ ഒരു ചടങ്ങുണ്ടെന്ന്? ഇതുവഴി കൂടെ ആന നടന്ന് കയറി വന്നത്. ഇതോ അപ്പുറത്തെ കരയിൽ നിന്ന് ഇങ്ങനെ നടന്ന് ഇതുവഴി കൂടെ കയറി വരും. ആനപ്പിണ്ടം കിടക്കുന്ന കണ്ടില്ലേ? അങ്ങനെ ആന നടന്നു വരുമ്പം സ്വീകരിച്ച മാലയൊക്കെ അത് ഇവിടെ കിടക്കുന്നതൊക്കെ. ഈ സൈഡിൽ കൂടെ നടന്നേ അപ്പുറത്തെ സൈഡിലോട്ട് അങ്ങ് നടന്നു പോകാവുന്നതേ ഉള്ളൂ, ആഴമൊന്നുമില്ല. ഇതാ കണ്ടില്ലേ കായലിൻ്റെ തീരത്ത് കെട്ടിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇന്നലെ ഇവിടെ ഈ വിളക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നെന്നാ തോന്നുന്നത്. തോന്നലല്ല, ആണ്. എന്തായാലും ഇത് വഴി കൂടെയൊക്കെ ഇങ്ങനെ നടക്കാൻ കൊള്ളാം. ചീലാന്തി മരം ചാഞ്ഞ് കായലിലോട്ട് നിൽക്കുന്നതൊക്കെ കണ്ടില്ലേ? കംപ്ലീറ്റ് ചാഞ്ഞ് കായലിലോട്ട് നിൽക്കുക. ഇവിടെയൊക്കെ ചൂണ്ടയിട്ടാൽ നല്ല മീൻ കിട്ടും. എന്തായാലും നമുക്കേ ആ മീൻ കടവിൻ്റെ അങ്ങോട്ട് പോവാം, എന്നിട്ട് എന്തെങ്കിലും മീൻ മേടിച്ചോണ്ട് പോവാം. എല്ലാത്തിലും കൂടുതലായിട്ടും ചൂടാന്ന് പറഞ്ഞ മീനാണ് ഉള്ളത്. ഇതാ ഈ വള്ളത്തിൽ പൊടിഞ്ഞണ്ടുകളാണ് കിടക്കുന്നു, പൊടിഞ്ഞണ്ടുകൾ. പണിയെല്ലാം കഴിഞ്ഞിട്ട് വേറൊരു വള്ളം വരിക, അടുപ്പിക്കുക ഇങ്ങോട്ട്. അതിനകത്തും കംപ്ലീറ്റ് ചൂടയാണ് ഉള്ളത്. ചൂടെന്ന് വെച്ചാൽ നെത്തോലി. ഒരു കാര്യം ചെയ്യാം, ഇവിടെ നിന്ന് 100 രൂപയ്ക്കോ 200 രൂപയ്ക്കോ കാണാൻ മീൻ മേടിച്ചിട്ടേ നമ്മൾ ആദ്യം കണ്ട പെരുമൺ കട ഉണ്ടല്ലോ അങ്ങോട്ട് പോവാം. ഇവിടെ നിന്നും കുറച്ച് മേടിക്കാം, അവിടെ നിന്നും കുറച്ച് മേടിക്കാം. അതാണ് എൻ്റെ പ്ലാൻ. ഇവിടെ നിന്ന് ചൂടയും കാണവേ 200 രൂപയ്ക്ക് കാണാൻ മേടിച്ചിട്ട് പോവാം. ആ കൊഞ്ച അല്ലേ? അതെ, ഇവിടെ പൊടിക്കൊഞ്ചുണ്ട്. എത്രയാ മൊത്തം? എത്രയാ?
300 പൊടിക്കൊഞ്ചല്ലേ 100 രൂപയ്ക്ക് മതി 100 രൂപയ്ക്ക് മതി വേണ്ട ഇത് മതി ഇത് മതി ചെറുതല്ലേ. അങ്ങനെതാ 100 രൂപയ്ക്ക് പൊടിക്കൊഞ്ച് മേടിച്ചിട്ടുണ്ട്, കുറച്ച് പൊടിക്കൊഞ്ച്. ഇനി നമ്മൾ നേരത്തെ ആദ്യം പോയൊരു കടവുണ്ടല്ലോ, പെരുമൺ കടവ്, ഇപ്പം മീൻ മേടിച്ച സ്ഥലം ഇടച്ചാൽ കായൽ എന്ന് പറഞ്ഞ കടവാ. ഇനി നമുക്ക് പെരുമൺ കടവിൻ്റെ അങ്ങോട്ട് പോയിട്ടേ അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നിന്നും കൂടെ എന്തെങ്കിലും മേടിച്ചിട്ട് പോകാം. ഈ പൊടിക്കൊഞ്ച് മേടിക്കാൻ താല്പര്യം ഇല്ലായിരുന്നു, പിന്നെ നമ്മളവിടെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് നിന്നതല്ലേ, അപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ മേടിക്കണ്ടേ, അങ്ങനെ മേടിച്ചതാ. ഇതാ ഇങ്ങനെ നടന്നു വന്നപ്പോഴത്തേക്കും പുളിമരം, പുളിയൊക്കെ റോട്ടി വീണ് കിടപ്പുണ്ട്. ഇങ്ങനെ പുളിയും കണ്ട് നടന്നു പോയപ്പോഴത്തേക്ക് അപ്പുറത്തൂടെ ട്രെയിൻ പോകുന്നു. എറണാകുളം വേളാങ്കണ്ണി, വേളാങ്കണ്ണിന്ന് വരുന്ന വണ്ടിയാ, എറണാകുളത്തോട്ട് പോകുന്ന വണ്ടിയാ. സ്പെഷ്യൽ സർവീസ് ആയത്, എല്ലാ ദിവസവും ഒന്നുമില്ല. മധുരം ഉണ്ട് കേട്ടോ അതിന്, മധുരമുള്ള ടൈപ്പ് പുളിയാ. ചില പുളികൾക്ക് മധുരം കാണും, നല്ല പുളി, മധുരവും പുളിയും കൂടെ ഉള്ള ടൈപ്പ് പുളിയായത്. എന്തായാലും കൊള്ളാം. അങ്ങനെ നമ്മൾ വീണ്ടും നടന്ന് നേരത്തെ വന്ന സ്ഥലത്ത് എത്തിയിരിക്കുക. ഒരു വള്ളം അടുത്തിട്ടുണ്ട്, എന്തെങ്കിലും ഉണ്ടോ നോക്കാം. എന്തോ ഉണ്ട് ഇതിനകത്ത്, വേറെ ഒന്നുമില്ലല്ലേ. അങ്ങനെ ഞാൻ ഉദ്ദേശിച്ച മീൻ ഈ വള്ളത്തിൽ ഇല്ലായിരുന്നു കേട്ടോ, അല്ലറ ചില്ലറ പൊടി മീനുകളൊക്കെ ഉള്ളായിരുന്നു. അപ്പോൾ പിന്നെ വിചാരിച്ച് വെറുതെ മേടിക്കണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ കടവിലുണ്ടായിരുന്ന വള്ളം അങ്ങ് പോയി. ഇനിയിപ്പോൾ അടുത്ത വള്ളത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കാൻ സാധ്യതയില്ല. ഞാൻ മിക്കവാറും ഞാനിങ്ങോട്ട് വരുന്ന വഴിക്ക് തേവള്ളി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അപ്പോഴാ സ്ഥലത്തെ വള്ളമൊക്കെ അടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോഴങ്ങോട്ട് പോയിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും മീൻ മേടിച്ചിട്ട് പോകാനാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് ഇനിയിപ്പം വിടാം. അങ്ങനെ നമ്മൾ നേരത്തെ നിന്ന് ഇടച്ചാൽ കായൽ, പെരുമൺ കടവ്, ഈ 2 സ്ഥലങ്ങളിൽ നിന്നും ഇപ്പം എന്താ തേവള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് വന്നിരിക്കുക. ഇവിടുത്തെ പള്ളിയായത്, ഇതിനെ കടവൂർ പള്ളി എന്നാണ് എല്ലാവരും പറയുന്നത്, പക്ഷേ ഈ സ്ഥലം തേവള്ളി എന്ന് പറഞ്ഞ സ്ഥലമാണ്. കടവൂർ എന്ന് പറഞ്ഞ സ്ഥലം ദാ ഈ റോഡ് കുറച്ചും കൂടെ അങ്ങോട്ട് പോകണം. ഇവിടെ വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കാൻ ഒരു പ്രത്യേക വൈബാണ്. ഇവിടെ ഇഷ്ടംപോലെ കല്യാണത്തിനൊക്കെ വന്നിട്ടുണ്ട്, ഒരുപാട് വർക്കിനും വന്നിട്ടുണ്ട്. വർക്കെന്ന് പറയുമ്പം കല്യാണമായിട്ട് ബന്ധപ്പെട്ട വീഡിയോഗ്രാഫറുടെ ലൈറ്റൊക്കെ അടിക്കുന്ന പരിപാടിയില്ലേ, അങ്ങനത്തെ ഒരു വർക്കൊക്കെ ഉണ്ടല്ലോ, ലൈറ്റ് ബോയ്, അങ്ങനെയൊക്കെ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് തവണ ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ ഈ പള്ളിയായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. എന്തായാലും ഈ പള്ളിയുടെ ബാക്ക് സൈഡിലായിട്ട് അഷ്ടമുടിക്കായല, അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും മീൻ കാണുമെന്നാണ് വിചാരിക്കുന്നത്. ഈ വഴി താഴോട്ട്, പള്ളിയോട് ചേർന്ന് താഴോട്ടൊരു വഴിയുണ്ട്, ഈ വഴി താഴോട്ട് ചെല്ലുന്നത് അഷ്ടമുടിക്കായല. മുമ്പ് ഈ സൈഡിലൊക്കെ ഒരുപാട് കടകളുണ്ടായിരുന്നു, ഒരുപാട് മീനിൻ്റെ സ്റ്റാളുകളുണ്ടായിരുന്നു. ഇപ്പം ഹൈവേയുടെ വികസനത്തിൻ്റെ ഭാഗമായിട്ട് ആ കടകളെല്ലാം എടുത്ത് മാറ്റി. അതിവിടെ നിന്ന് മാറ്റിയിട്ട് ആ പള്ളിക്ക് അപ്പുറത്തായിട്ട് വെച്ചിരിക്കുക, അങ്ങോട്ട് ആ വരിയിലായിട്ടുണ്ട്. അപ്പോഴേ ഒരുപാട് നാളുകൾക്ക് ശേഷം ഈ കടവൂർ പള്ളിയൊക്കെ കാണുന്നവർക്ക് ഈ വീഡിയോ കാണുമ്പോഴത്തേക്കും മനസ്സിലാവും ആ ഒരു വ്യത്യാസം. ഇങ്ങനെ നടന്നു വന്നപ്പോഴത്തേക്കേ വലയൂഞ്ഞാൽ ചെയ്തിരിക്കുന്നതൊക്കെ മീനിൻ്റെ വലയ്ക്കകത്ത് കൊള്ളാമല്ലേ, നല്ലതായിരിക്കും ഇവിടെ കിടക്കാനേ. കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്ക് നല്ല കായൽക്കാറ്റ് വീശും, അതും കൊണ്ടുകൊണ്ട് ഇങ്ങനെ കിടക്കാൻ അടിപൊളിയായിരിക്കും. ഈ പള്ളിയുടെ ബാക്ക് സൈഡിലായിട്ട് വന്നിരിക്കുക. ഞാൻ പറഞ്ഞില്ലേ പള്ളിയുടെ ബാക്കിൽ കായലാണെന്ന്. ഇവിടെ ഒരു ബോട്ടിയട്ടിയൊക്കെ ഉണ്ട്, ആണ് കടവൂർ ബോട്ടിയട്ടി, തേവള്ളി ബോട്ടിയട്ടി, രണ്ടും പറയും. ഒരു വള്ളം വരുന്നുണ്ട്, അതിനകത്ത് എന്തെങ്കിലും മീനൊക്കെ ഉണ്ടോ നോക്കാം. എന്തെങ്കിലും ഉണ്ടോ മീൻ? അങ്ങനെ ഈ പള്ളിയുടെ ബാക്കിൽ നിന്നപ്പോഴത്തേക്കുവേ 2 വള്ളം വന്ന്, അതിനകത്തും ഇപ്പം നമ്മൾ മേടിച്ച ടൈപ്പ് മീനേ ഉള്ളു, ഈ പൊടിക്കൊഞ്ചേ ഉള്ളു. അപ്പോഴേ എന്തായാലും അത് തന്നെ ഒരു 100 രൂപയും കൂടെ മേടിച്ചിട്ട് പോവാം. ഇത് ഇച്ചിരിയല്ലേ ഉള്ളു. ഞാനേ പെരുമൺ പോയപ്പോഴും ഇതേ ഉള്ളായിരുന്നു. അങ്ങനെ 100 രൂപയ്ക്ക് അവിടെ നിന്ന് മേടിച്ചു. ഇത് 100 രൂപയ്ക്കും കൂടെ താ, ഇതൊരു 200 രൂപയ്ക്ക് എടുത്തോ. കോരുവലയുടെ കൊഞ്ചാണ് കേൾക്കുന്നത് അദ്ദേഹം. കോരുവലയ്ക്ക് കിട്ടിയ കൊഞ്ചാണ് അദ്ദേഹം. നീക്കി ഇറക്കുക. അങ്ങനെ എന്തായാലും 100 രൂപയ്ക്ക് നമ്മൾ അവിടെ നിന്ന് പെരുമൺ ഇടച്ചാൽ കായൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് മേടിച്ച്, പിന്നെ ഇവിടെ നിന്ന് 200 രൂപയ്ക്ക് ഇവിടെ നിന്ന് മേടിച്ചു കേട്ടോ. പക്ഷേ ഇവിടെ നിന്ന് മേടിച്ചത് കുറച്ചും കൂടെ കൊള്ളായിരുന്നു. 200 രൂപയ്ക്ക് നല്ല തോനെ കിട്ടി, നല്ല അത്യാവശ്യം വലിപ്പമുള്ള കൊഞ്ച, മറ്റേതിൻ്റെ അത്ര പൊടിയല്ലായിരുന്നു. അപ്പോഴെന്തായാലും നമുക്ക് വിടാം. വേറെ ഇനി ഇവിടെ നിന്ന് കറക്കമൊന്നുമില്ല. ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നമുക്കിനി വേറെ കാര്യങ്ങളൊന്നും പറയാനൊന്നുമില്ല. നമുക്കിനി അടുത്ത വീഡിയോ കാണാം.